നല്ല ചോദ്യമാണ്. അപരാവിദ്യ ഒന്നും പറഞ്ഞു കൊടുക്കാതെ, പഠിപ്പിച്ചു കൊടുക്കാതെ പരാവിദ്യ പറഞ്ഞു കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ, അതെന്താന്ന്? അത് രണ്ട് നിലയ്ക്കാണ്. ഈ പരാവിദ്യ മാത്രം കേട്ട് പഠിക്കുന്നവർ ജന്മാന്തരത്തിൽ അപരാവിദ്യയുടെ ശാസ്ത്രശ്രവണജനിതമായ ബോധവും ആചരണം കൊണ്ടുള്ള ചിത്തശുദ്ധിയുള്ളവരാണോ? ആണെങ്കിൽ അവർ പരാവിദ്യ ബോധിക്കും. പ്രാരബ്ധവശാൽ അതൊന്നുമില്ലാതെ എത്തിപ്പെട്ടവരാണോ? അവർ ഭ്രമിക്കും. നല്ല കാലത്തിന് അവർ ഇതും കേൾക്കണില്ല വെച്ചാലോ ഒരു പ്രശ്നമില്ല, ഫീസ് കൊടുത്താൽ മതി, ഒരു പ്രശ്നം അവർക്കുണ്ടാവില്ല, ഭ്രമിക്കൊന്നുമില്ല. ഞാൻ ഒന്നും കേട്ടിട്ടില്ല, ഗുരു എന്തൊക്കെയോ പറഞ്ഞു, ഞാനിരുന്നു, ഒന്നും തലേ പോയിട്ടില്ല. പോയി എന്നുള്ള വിഷയം, നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അയ്യോ, നല്ല കാര്യങ്ങൾ പറഞ്ഞു, ഒന്നും തലേ പോയില്ല. അവിടെ വലിയ ഉപദ്രവമില്ല. നടുവുള്ള ആൾക്കാ ഉപദ്രവം. അങ്ങനെ ഉപദ്രവമായിട്ട് എത്ര പേര് നടക്കേണ്ട ലോകത്ത്? ഒരുപാട് പേരുണ്ട്, കുറച്ചൊന്നല്ല. ചില മഹാത്മാക്കളുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട് വട്ടായിട്ട് നടക്കുന്നവർ തന്നെ ഒരുപാട് ലോകത്തിലുണ്ട്. അത് മഹാത്മാവിൻ്റെ കുറ്റമല്ല, അദ്ദേഹം പറഞ്ഞ തലത്തെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അവിടെ സാമൂഹിക ജീവിതക്രമത്തിൽ തുടരേണ്ടതല്ല അദ്ദേഹം ഉപദേശിച്ചത്. ഇയാളാണെന്ന് വെച്ചാൽ സാമൂഹിക ജീവിതക്രമത്തിലുള്ള ആളാണ്. അപ്പം എന്തായി? സംഘർഷമായി. ആ സംഘർഷം വിഭ്രാന്തിയായി മാറും. ഇതാണ് അതിനുള്ള മറുപടി. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, എല്ലാം നടക്കട്ടെ. എല്ലാ വിഷയമാണ് ലോകത്തിൽ.